ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രാജേശ്വരി മരിച്ചെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് ഗോപാലകൃഷ്ണനെ. അങ്ങനെ വിഷമിച്ച് നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു തിരികെ വീട്ടിലെത്തിയിരിക്കണേ. വന്ന ഉടൻ തന്നെ ആ ഓട്ടോ നോക്കും. അതിങ്ങനെ പരിശോധിക്കുമ്പോൾ രാഘവേട്ടൻ വന്നിട്ട് പറയും, എടാ മോനെ, അത് കമലനും പോലീസുകാരും അരിച്ചു പെറുക്കിയതാണ്, അതിലൊന്നുമില്ല, അത് വേറെ എവിടെയെങ്കിലും വെച്ച് പോയിട്ടുണ്ടാകും. നഷ്ടപ്പെട്ട സ്വർണം നമ്മൾ എങ്ങനെ കണ്ടെത്തി കൊടുക്കാനാ? അത് കേൾക്കുമ്പോൾ വിഷ്ണു ഞെട്ടും. അച്ഛ സ്റ്റേഷനിൽ വെച്ച് സ്വർണം എവിടെയോ വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോ? അപ്പോഴേക്കും ഭാമ അങ്ങോട്ട് വരും. ഭാമ ഇത് കേട്ട് ഞെട്ടി നിൽക്കണേ. രാഘവേട്ടൻ പറയും, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വിഷ്ണു പറയും, അച്ഛൻ പറഞ്ഞതാ, അച്ഛൻ ഓർത്തു. ഞാൻ എപ്പോഴാ പറഞ്ഞേ? അപ്പൊ ഭാമ പറയും, രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ കേട്ടതാ. അങ്ങനെയാണെങ്കിൽ അച്ഛനൊന്ന് ഓർത്തു നോക്കിയേ, അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, പ്ലീസ്. ഭാമ പറയും, ആ പെൺകൊച്ചിന്റെ കാര്യത്തില് എനിക്ക് വിഷമമുണ്ട്, ഇതെല്ലാം വീണ്ടും നമ്മുടെ തലേക്ക് തന്നെ വന്നല്ലോ. വിഷ്ണു പറയും, ഞാൻ അറിഞ്ഞതല്ല അമ്മ ഇതൊന്നും. ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ എന്ത് പാപാ ചെയ്ത്? വഴിയിൽ പെട്ടുപോയവരെ സഹായിച്ചു, അത് ഇത്രയും വലിയൊരു കുരുക്കാവുന്ന് ഞാൻ കരുതിയില്ല. അച്ഛനത് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാ എനിക്ക് കൂടുതൽ ടെൻഷൻ. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞ് രാഘവേട്ടനോട് ഒന്നുകൂടെ ആലോചിക്കാൻ പറയുന്നുണ്ടെങ്കിലും അങ്ങേർക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. എടാ, അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കണ്ട തെരച്ചിൽ നടത്തുമ്പോ അത് കിട്ടേണ്ടതല്ലേ എന്ന് ഭാമ ചോദിക്കും. ഇനി വീട്ടിൽ നോക്കാൻ ഒരു സ്ഥലം ഒരു ഇഞ്ച് ബാക്കിയില്ല. ആ ചന്ദ്രബോസും കൂട്ടരും കൂടെ അഴിഞ്ഞിറങ്ങായിരുന്നു ഇവിടെ. വിഷ്ണുറി പകയാണ് അവനെ. അത് അവസരം കിട്ടുമ്പോ അവൻ വീട്ടുന്നുണ്ട്. പിന്നെ അയാൾക്ക് അടിക്കാനുള്ള വടി നമ്മളായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും പിള്ളച്ചേട്ടനും അങ്ങോട്ട് വരും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആ സ്വർണ്ണം എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം അമ്മേ. ഭാമയും പറയും, കണ്ടുപിടിക്കണം. ആ കുട്ടിയുടെ ശാപം ഇനി ഒരിക്കൽ കൂടെ നമ്മുടെ തലയിൽ വന്ന് വീഴരുത്. എന്ത് രീതിയിലാണെങ്കിലും നമുക്കിതിന് ഒരു പരിഹാരം കണ്ടെത്തണം. വിഷ്ണു പറയും, എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്തായാലും ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഓട്ടോയിൽ തന്നെ ഒന്നുകൂടെ അരിച്ചു പെറുക്കുക. രാഘവേട്ടൻ വിചാരിക്കും, എന്നാലും ആ സ്വർണം എവിടെയിരിക്കുന്നത്, ഈ വീട്ടിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഇപ്പോ. ശേഷം പിന്നീട് പൊന്നു എന്നിട്ട് പറയും, നൂർജാന്റെ വീട്ടിൽ പോണം, 1-2 ഓർഡേഴ്സിന്റെ നമ്പർ ഇനി അവിടെ പോയി ചോദിക്കേ വഴിയുള്ളൂ. ഭാമ പറയും, ചോദിക്കാതെ പറ്റില്ലല്ലോ, അത് ഇന്ന് തന്നെ കൊടുക്കേണ്ട ഓർഡർ അല്ലേ. അങ്ങനെ വിഷ്ണുവിനടുത്ത് പറയും, എടാ, ഞങ്ങള് നൂറിന്റെ വീട്ടിലൊന്നാക്കോ, കാലിന് വയ്യാഞ്ഞിട്ടാ. അമ്മ, ഞാൻ എങ്ങനെ? നീ പുറത്തു നിന്നാ മതി, ഞങ്ങൾ അകത്ത് പോയിക്കോളാം എന്ന് പറയുമ്പോ വിഷ്ണു സമ്മതിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജഹാന്റെ വീട്ടിലാണ്. സുബൈദയും നൂർജഹാനും കൂടെ സുബൈർക്ക് ഒരു വീൽ ചെയറിൽ ഇരുത്തിയിരിക്കണേ. നമുക്ക് ഒന്ന് പുറത്തേക്കൊക്കെ നടക്കാം. നൂർജഹാന്റെ അടുത്ത് ആ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാൻ പറയുമ്പോ നൂറ് പറയും, എനിക്കൊരു ഫോൺ കോൾ ചെയ്യണം. എത്രയെന്ന് വെച്ചാ ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റില്ല ഇവിടെ. മോളെ, അത് മാമിക്കറിയാം എന്റെ ഫോൺ എവിടെ ഇരിക്കുന്നത്. ഒന്നെടുത്താ, അപ്പോഴേക്കും ഞാൻ ഈ ഷീറ്റൊക്കെ മാറ്റി പുതിയത് വിരിക്കാം. എന്റെ പൊന്നു മാമിയല്ലേ. അപ്പൊ സൈനബ് പറയും, ഞാനൊന്ന് പോയി നോക്കട്ടെ, അതെവിടുന്ന് എടുത്ത് മാറ്റിയോന്നേ. നൂറ് ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത സങ്കടം ഇങ്ങനെ സുബൈറിനോട് പറയുമ്പോഴേക്കും ഇതാ ഫോൺ എന്ന് പറഞ്ഞു നൂറിന് കൊണ്ടുവന്ന് കൊടുക്കും. പെട്ടെന്ന് നോക്കിയിട്ടാ, ഇത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നൂർജാൻ ആ ഫോൺ നോക്കുമ്പോഴേക്കും നസീറിന്റെ ഒപ്പം അങ്ങോട്ട് വരും. ഡി എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങിച്ചിട്ട് അടിക്കണേ. എന്നാ നൂർജഹാൻ അല്ല അടിക്കുന്നത്, സുബൈദയാണ്. നൂർജഹാനും കിട്ടിയെന്നാ നൂർജഹാനും കരുതിയിട്ടുള്ളത്. ആകെ പേടിച്ചു പോകുന്നുണ്ട് എല്ലാവരും. സുബൈറിനാണെങ്കിൽ ഇത് കണ്ടിട്ടും ഒന്നും പറയാനാവാതെ അവിടെ ഇരിക്കുക. ഞാൻ വെച്ചെടുത്തുന്ന ഫോൺ നീ എടുക്കുമല്ലേ? നൂറ് പറയും, മാമി ഒന്നും ചെയ്യരുത്, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാൽ മാത്രം മതി, നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല. എന്റെ മകൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നു എന്നുള്ളതിന് തെളിവുണ്ട്. നീയും അവനെ കണ്ടതാ, നിനക്കറിയാം അവൻ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടാ പോയതെന്ന്. നൂറ് പറയും, എനിക്കറിയില്ല, നസീർക്ക് എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ എല്ലായിടത്തേക്കും പോകുന്നത്. ഇക്കാന്റെ കൂട്ടുകാരോട് ചോദിക്കേ, അവർക്കറിയാൻ പറ്റും. ചോദിക്കും, ഇന്ന് അവന്റെ എല്ലാ ഫ്രണ്ട്സും ഇങ്ങോട്ട് വരും, അവിടെ വെച്ച് ഞാൻ ചോദിക്കും അവൻ എങ്ങോട്ടാ പോയതെന്ന്. അവൻ മിസ്സായതിന്റെ പേരില് നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിന്റെ കാര്യം പിന്നെ പോക്കാ എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ടാണ് സുബൈർ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ എന്താ പാപ്പച്ചി ചെയ്യേണ്ടത്, എന്തൊരു വിധിയത് എന്ന് പറഞ്ഞ് നൂർജാൻ അവിടെ ഇന്ന് കരയണേ. ഈ സമയത്തായിരിക്കും ഓട്ടോറിക്ഷയിലെ സത്യഭാമയും പൊന്നിയും വിഷ്ണുവും വരുന്നത്. വിഷ്ണുവിനെ വിളിക്കുമ്പോ വിഷ്ണു പറയും ഞാനില്ലെന്ന്. അങ്ങനെ ഭാമയും പൊന്നിയും കൂടെ അകത്തേക്ക് പോവാ. സുബൈദ ഡോറ് പോയി തുറക്കും. എന്താ എന്ന് നോക്കുമ്പോ അവര് പറയും, ഞങ്ങക്ക് നൂറിനെ കാണാനായിരുന്നു, ഒരു ഓർഡറിന്റെ കാര്യം ചോദിക്കാനാ. നൂറ് പറയും, എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ, ഇതിന് പരിഹാരം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് എന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ഈ വിളി കേൾക്കുന്നത്. അങ്ങനെ നൂർജഹാൻ വരുമ്പോ ഭാമയെ കാണുമ്പോ സത്യമേ എന്ന് വിളിച്ച് കയ്യിൽ പിടിക്കും. നൂറെ, നമ്മളന്ന് ചന്ദ്രന്റെ കടയില് ഓർഡർ കൊടുത്തില്ലേ, അവിടെ എന്തൊക്കെയാ കൊടുത്തതെന്ന് അറിയോ? പുള്ളി ബില്ലൊന്നും സെറ്റ് ചെയ്തില്ല, എല്ലാം നൂറിനറിയാം, നൂറിന്റെ കയ്യിൽ കൊടുത്തോളാന്നൊക്കെ പറയുന്നേ. അത് ഞാൻ പറയാം, സത്യമ്മ അകത്തേക്ക് വാ. വിഷ്ണുട്ടാ. വിഷ്ണുവിനെ വിളിക്കുമ്പോ വിഷ്ണു തല താഴ്ത്തും. അങ്ങനെ ഭാമേനെ അകത്തേക്ക് വിളിക്കുമ്പോ ഭാമ സുബൈദയെ ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും, ഇല്ല മോളെ, പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നില്ല. അപ്പോഴേക്കും നസീറിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരും. അങ്ങനെ അവര് വന്നേ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കും. വിഷ്ണു കൈ ഇങ്ങനെ അവർക്ക് നേരെ ചുരുട്ടുന്നുണ്ട്. പണ്ടൊരിക്കലേ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അവർക്ക് അടിയിട്ടിട്ടുണ്ട്, അന്ന് ഗോഡൌണിൽ വെച്ചിട്ട്. അങ്ങനെ ഭാമ ഇങ്ങനെ അവരെ നോക്കുമ്പോ അതാരാണെന്നൊക്കെ നൂർജഹാൻ പറഞ്ഞു കൊടുക്കാൻ. നസീർക്കയുടെ ഫ്രണ്ടാ. അങ്ങനെ പെട്ടെന്നായിരിക്കും ഭാമ അതിലൊരാളെ കാണുമ്പോ അങ്ങ് ഞെട്ടിപ്പോ. ദാ അവൻ, എന്റെ കാശെടുത്തവൻ. അത് കേൾക്കുമ്പോ വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവണേ.
ഇതേ സമയം അയാളും ഞെട്ടുന്നുണ്ട്. ഈ പിശാച് പിടിച്ച തള്ളയെ കൊണ്ട് തോറ്റു. വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞ് അവര് വേഗം വേറെ വണ്ടിയിൽ കയറിപ്പോവും. അപ്പോഴേക്ക് ബാമ ഓടി വന്നിട്ട് വിഷ്ണുവിനോട് പറയും, എടാ മോനെ, അവനാ നമ്മുടെ പൈസ എടുത്തത് ഡാ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുമ്പോഴേക്കും അവർ ബൈക്കുമായിട്ട് പോയി കളഞ്ഞിട്ടുണ്ട്. എന്നാലും വിഷ്ണുവിന് അവന്റെ മുഖം നന്നായിട്ട് ഓർമ്മയുണ്ട്. ബാമ പറയും, അവൻ തന്നെയാ നമ്മുടെ പണം എടുത്തത്, അവനെ വിടരുത്, ചെല്ലു മോനെ. അപ്പൊ വിഷ്ണു വേഗം ഓട്ടോയിൽ അങ്ങോട്ട് പോവാണേ. പുന്നയ്ക്കും അവൻ തന്നെയാണോ സത്യമേ, എനിക്ക് ഉറപ്പാണേ എന്ന് ബാമ തറപ്പിച്ച് പറയണേ. അങ്ങനെ വിഷ്ണു അവന്റെ പിന്നാലെ പോവാ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഫോൺ എടുത്ത് ഇങ്ങനെ ഓട്ടോയിൽ പോകുമ്പോ കമലിനെ വിളിച്ചിട്ട്, എടാ കമല, നമ്മുടെ 10 ലക്ഷം രൂപ എടുത്തത് ആ ഫ്രാങ്കോയാ, ആ കോളനിയിലെ ഫ്രാങ്കോ. കമലൻ പറയും, ഞാൻ എത്തിയശനെ. അങ്ങനെ അവരെ ആ ഫ്രാങ്കോയെ പിന്തുടർന്നു പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ആഭരണം നഷ്ടപ്പെട്ട് കല്യാണം മുടങ്ങുന്നൊക്കെ വന്നപ്പോ ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ബോസ് കേസ് എടുക്കാൻ വന്നിരിക്കണേ. മോളെ ജയശ്രീ, നീ ചെയ്ത മണ്ടത്തിൽ എന്താ നിനക്കറിയോ? ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ തെറ്റിനെ 1 വർഷം തടവും പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയാ. അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണമാണെങ്കിൽ അത് പ്രേരണ കുറ്റവും. അങ്ങനെ ആരെങ്കിലും കാരണമാണോ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഒരിക്കൽ കുട്ടിയുടെ വിവാഹം മുടക്കിയത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. അതേ കളക്ടറുടെ ഭർത്താവാണ് ഇപ്പൊ ജയശ്രീയുടെ വിവാഹം മുടങ്ങാൻ കാരണം. എനിക്ക് മനസ്സിലാവാത്തത് ഇവരെന്തിനാ കുട്ടിയെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്? ഈ സമയം ആ കുട്ടിയൊന്നും പറയുന്നില്ല. അങ്ങോട്ട് ശാലിനി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ പറയും, സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ അവൾ എന്തു പറയാനാ? അല്ലാതെ തന്നെ അവൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. മാഷെ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാനീ പറയുന്നത്. എല്ലാം കൂടെ ആ വിഷ്ണുവിന്റെ തലയിലിട്ടാലേ അവൻ ശിക്ഷിക്കപ്പെട്ടോളൂ. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിക്കോളാം. ഞാൻ എഴുതി തയ്യാറാക്കുന്നതിലെ നിങ്ങൾ അച്ഛനും മോളും കൂടെ ഒപ്പിട്ടാ മതി കേട്ടോ. മോളെ, ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത് അത് മോളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കായിരിക്കും ശാലിനി അങ്ങോട്ട് കയറി വരുന്നത്. ശാലിനിയെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവര്. പുല്ല്, ഇവൾക്ക് കെട്ടിയെടുക്കാൻ കണ്ടൊരു സമയം. എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചു വരികയായിരുന്നു. ശാലിനിയുടെ കൂടെ അനുണ്ട്. ബോസും വേഗം സല്യൂട്ട് ചെയ്യും. അങ്ങനെ അന്നത്തെ ആ കാര്യം ശാലിനി ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ബോസിനോട് ചോദിക്കും, മൊഴിയെടുക്കൽ കഴിഞ്ഞോ? ആ കഴിഞ്ഞു മാഡം, എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാലോ. ബോസ് പറയും, ഷുവർ മാഡം, എങ്കിൽ പ്ലീസ്. അങ്ങനെ അവരെ അവിടുന്ന് പുറത്തേക്ക് പോവേണ്ടി വരികയാണ്. അങ്ങനെ ശാലിനി അവിടെ ഇരുന്ന് ആ കുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് പറയും, ജയശ്രീ, പെൺകുട്ടികളായാൽ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കരുത്ത ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുട്ടിയുടെ ആദ്യത്തെ വിവാഹം ഞാനായിട്ട് മുടക്കിയതല്ല. കുട്ടിയെ ഒരു ചതിയന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാ. അവൻ ചതിയിൽപ്പെടുത്തിയൊരു പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവനെ കെട്ടിച്ചു. ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ ജയശ്രീ ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയില്ലാന്ന് എന്താ ഉറപ്പ്? അപ്പൊ അയാൾ പറയും, മാഡം, ഈ കല്യാണം കൂടെ മുടങ്ങുന്നുള്ള പേടി കൊണ്ട് എന്റെ മോളി കടുങ്കൈ ചെയ്തത്. ശാലിനി പറയും, ഈ കല്യാണം മുടങ്ങില്ല. ഞാൻ ചെറുക്കന്റെ വീട്ടുകാരുമായി സംസാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കോളാം. പിന്നെ കാണാതായ സ്വർണം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള വഴിയും ഞാൻ തന്നെ ഉണ്ടാക്കാം. സമാധാനായിട്ടിരിക്കേ, ഞാനുണ്ട് ജയശ്രീയുടെ കൂടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണേ. ഇതൊന്നും ബോസിന് ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം ആ ജ്വല്ലറിയിലുള്ള ആ ജ്വല്ലറി ഉടമ ബോസിനെ വിളിക്കണേ. ഞാൻ ആ ജ്വല്ലറിക്കാരനാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഓട്ടോയിൽ വെച്ച് മറന്നു എന്ന് പറഞ്ഞ ആ 30 പവൻ സ്വർണത്തിലെ ഒരു സ്വർണ്ണാഭരണം ഇന്നിവിടെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ ബോസ് അങ്ങ് ഞെട്ടും. ആ ആഭരണത്തിലെ മാലയോ എന്ന് ചോദിക്കുമ്പോ ശാലിനി അത് കേൾക്കുന്നുണ്ട്. ആരാ മാല വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും ബോസ് ചോദിക്കുമ്പോ അതൊരു സ്ത്രീയാണ് മാഡം സാർ. ബോസ് പറയും, അവരെ വിടരുത്, ഒരു കാരണവശാലും വിടരുത്. ഞാനിതാ ഇപ്പൊ തന്നെ വന്നേക്കാം. ശരി സാർ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാം. അങ്ങനെ ബോസ് ശാലിനിയോട് പറയും, മാഡം, ആ കാണാതായ സ്വർണ്ണാഭരണത്തിലെ ഒരു ചെയിനെ വിൽക്കാനായിട്ട് അങ്ങോട്ട് തന്നെ ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞ രൂപം വെച്ച് നോക്കുമ്പോ മാഡത്തിന്റെ മദറിൻലോ സത്യഭാമയാവാനാ സാധ്യത. ഇത് കേൾക്കുന്ന ശാലിനി ഞെട്ടും. വാട്ട്? അല്ല മാഡം, എന്റെ ഒരു സംശയമാണ്, അത് സത്യവാനാ സാധ്യത. ഞാനൊന്ന് പോയി നോക്കട്ടെ മാഡം. അത് സത്യമാണെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാന്നേ മാഡം ഊഹിച്ചാ മതി. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നതിലേ ഒരു അമ്പരപ്പുണ്ടാകും. എങ്കിൽ പിന്നെ ഞാൻ വരട്ടെ കളക്ടർ മാഡം എന്ന് പറഞ്ഞിട്ട് സെല്യൂട്ട് അടിച്ച് കളിയാക്കി പരിഹസിക്കുന്ന രീതിയിൽ ചിരിച്ചിട്ടാ ബോസ് അവിടെ നിന്ന് പോകുന്നത്. ശാലിനിയാണെങ്കിൽ അതാരായിരിക്കും എന്നറിയാതെ ആകെ ടെൻഷനിലും ഇങ്ങനെ നിൽക്കണം അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ഫ്രണ്ട്സൊക്കെ ഓട്ടോ ആയിട്ട് ആ പൈസ എടുത്തവന്റെ പിന്നാലെ പോവാണേ. ചെക്കൻ എന്താ പരിപാടി? ചെറിയ പരിപാടിയാ. ബീഡിക്കകത്ത് കഞ്ചാവ് വെച്ചു കൊടുക്കും. ആ എങ്കിൽ പിന്നെ അവന്റെ ഭാവി ഇനി എന്റെ കയ്യില എന്ന് വിഷ്ണുവും പറയും. അങ്ങനെ വിഷ്ണുവും കമലനും ഓട്ടോ ചേട്ടന്മാരെല്ലാം കൂടെ അയാൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോവാണേ. ആ ഏരിയയിൽ എത്തുമ്പോ അവര് ഓട്ടോന്ന് ഇറങ്ങും. മുന്നോട്ട് നടക്കുമ്പോണ്ടാവും അവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്യുന്നേ. വിഷ്ണുവിനെയും ഇവരെയും കാണുമ്പോ തന്നെ അയാൾ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷ്ണു ഇങ്ങനെ അവനെ നോക്കുക. കമലൻ ചോദിക്കും, ഇതന്നെയല്ലേ? അതെ എന്ന് വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് അവന് നേരെ പോകുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്